ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ യൂട്രസ് ഹെൽത്തി ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. യൂട്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗർഭപാത്രം. നമ്മുടെ കുഞ്ഞ് 9 മാസം വളരുന്നത് ആ ഒരു ഗർഭപാത്രത്തിലാണ്. കുഞ്ഞിനെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഗർഭപാത്രമാണ്. അപ്പോൾ ഈ ഗർഭപാത്രം ഹെൽത്തി ആയിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുഞ്ഞും അതിനനുസരിച്ചിട്ട് ഹെൽത്തി ആയിരിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ കുഞ്ഞുണ്ടാവുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഓവുലേഷൻ നടക്കാനും, അതുപോലെ ഓവുലേഷൻ നടക്കാനല്ല, ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷൻ നടക്കാനുമൊക്കെ നമ്മുടെ യൂട്രസ് അത്രയധികം ഹെൽത്തി ആകേണ്ടതും, അതുപോലെ തന്നെ യൂട്രസിൻ്റെ ലൈനിങ് കട്ടിയായി കൃത്യമായിട്ട് വരേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ഓവുലേഷന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയം മുതൽ നമ്മൾ നമ്മുടെ യൂട്രസിനെയും കൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ യൂട്രസിനെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒബ്വിയസ്ലി നമ്മൾ തുടക്കത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഹെൽത്തി ആയിട്ടുള്ള വിഷയങ്ങൾ പറയുന്ന ടോപ്പിക്സിൽ നമ്മൾ പറയുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക. ഇതിങ്ങനെ കേട്ട് എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്ത് വിടാറുണ്ട്. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വീട്ടിലുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കും. വീട്ടിലിപ്പോൾ ഫിഷ് ആണെങ്കിൽ ഫിഷ് അത് മാത്രമായിരിക്കും കഴിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കുന്നവരുണ്ടാവില്ല, വെജിറ്റബിൾസ് കഴിക്കുന്നവരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരു ക്വാളിറ്റി ഉള്ള എഗ്ഗും അതുപോലെ തന്നെ ഒരു ഹസ്ബൻഡിൻ്റെ ക്വാളിറ്റി ഉള്ള സ്പേമും വേണമെങ്കിൽ അതിൽ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് വേണം. എപ്പോഴും നമ്മൾ മീൻ മാത്രം കഴിക്കുന്ന ഒരാൾക്ക് ആ മീനിൻ്റെ ഗുണങ്ങൾ ശരീരത്തിൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. പക്ഷേ നമ്മൾ വെജിറ്റബിൾസ് കഴിക്കാതിരുന്നാലോ, വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ നമ്മുടെ എഗ്ഗിനുണ്ടാകുമോ, അല്ലെങ്കിൽ നമ്മുടെ പുരുഷൻ്റെ സ്പേമിനുണ്ടാകുമോ? അതുപോലെ പാല് കുടിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ ചിലപ്പോൾ പാല് കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതിൻ്റെയൊക്കെ മെഡിസിൻസ് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കണമെന്ന് എല്ലാവരോടും പറയാറുണ്ട്. പക്ഷേ അത്തരത്തിൽ പറ്റാത്തവരുണ്ടാവുമല്ലോ. ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കാനും വെജിറ്റബിൾസ് കഴിക്കാനും ഒക്കെ നമ്മുടെ ബിസി ലൈഫ് സ്റ്റൈലിലോ അല്ലെങ്കിൽ മറ്റുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളോ കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്തവരുണ്ടാകും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ക്യാപ്സ്യൂൾ വാങ്ങിച്ച് കഴിക്കുക, മെഡിസിൻ കഴിക്കുക. ഒന്നുകിൽ കാൽസ്യം, അയേൺ, ഫോളിക് ആസിഡ്, അതുപോലെ ഫിഷ് കഴിക്കാത്തവരാണെങ്കിൽ ഒമേഗ 3യുടെ മെഡിസിൻ നമുക്ക് മീൻ ഗുളിക വാങ്ങിക്കാനായിട്ട് കിട്ടും. ആ മീൻ ഗുളികയൊക്കെ വാങ്ങിച്ച് കഴിക്കുക. ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുമ്പോൾ, അതുപോലെ പാല്, മുട്ട, മീറ്റ്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിലോട്ട് എത്തുമ്പോഴേക്കും ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിനെയും അതുപോലെ തന്നെ യൂട്രസിനെയും ഹെൽത്തി ആയിട്ട് വെക്കുന്നതിനും, യൂട്രസിൻ്റെ ലൈനിങ് കൃത്യമായിട്ട് വളരുന്നതിനും, ഇംപ്ലാന്റേഷൻ സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നതിനും, ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് കുഞ്ഞ് ഗ്രോ ആകുന്നതിനും, കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഇതെല്ലാം സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. എക്സസൈസ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും നമ്മളൊരു 30 മിനിറ്റെങ്കിലും ഒരു ദിവസം വർക്കൗട്ട് ചെയ്യുക. ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകളൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ ഒരു 30 മിനിറ്റ് നമ്മുടെ വീടിൻ്റെ ടെറസിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഹോളിൻ്റെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെയോ കൈ വീശി ദേഹം അനങ്ങി നിങ്ങളൊന്ന് നടക്കുക. അത് ഒരു കൈൻഡ് ഓഫ് നമ്മുടെ എക്സസൈസ് അല്ല. നമ്മൾ വാക്കിംഗ് ചെയ്യുകയാണെങ്കിലോ, അതല്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഡാൻസ് ചെയ്യുക. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാകും എക്സസൈസ് ചെയ്യുന്നതിൻ്റെ, വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ സിമ്പിൾ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക. എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ലോസ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തേക്കും ബ്ലഡ് സപ്ലൈ ഉണ്ടാകാനും നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നതിനും ഇത് നമ്മളെ സഹായിക്കും. സാധാരണ സ്ത്രീകളെല്ലാവരും ചിന്തിക്കാറുണ്ട്, നമ്മൾ വീടിൻ്റെ അകത്ത് പണി ചെയ്ത് നടക്കുകയല്ലേ, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ പണി ചെയ്യുകയല്ലേ അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടക്കുന്നുണ്ടല്ലോ, ആ ഒരു നടത്തം നമുക്ക് പോരാ. നമ്മുടെ ശരിക്കും ഒരു വണ്ണം കുറയാനോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ബെനഫിറ്റ് ഉണ്ടാകാനോ ആ ഒരു നടത്തം നമുക്ക് പോരാ. നമ്മളെപ്പോഴും നടക്കുന്നത് ഒരു നോർമലായിട്ടുള്ള ഒരു സ്ത്രീ നടന്നു പോകുന്നത് എപ്പോഴും പയ്യായിരിക്കും, സ്ലോവിലായിരിക്കും നടന്നു പോകുന്നത്. അതിൽ നമ്മുടെ ദേഹം അധികം അങ്ങോട്ട് വേർത്തൊലിക്കുന്ന രീതിക്ക് നമ്മൾ നടക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹറിയായിട്ട് ചെയ്യാൻ പോകുമ്പോഴേ നമ്മളങ്ങനെ സ്പീഡിൽ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു സ്ലോ ആയിട്ടുള്ളൊരു മീഡിയം രീതിക്ക് നമ്മൾ നടക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ദേഹം നല്ലപോലെ ഇളക്കും, നമ്മുടെ ദേഹം നല്ലപോലെ അനങ്ങും. അങ്ങനെ നമ്മുടെ ദേഹത്തിൽ ഒരുപാട് ബ്ലഡ് സപ്ലൈ ഉണ്ടാക്കുന്നതിനും ഓക്സിജൻ സപ്ലൈ ഉണ്ടാകുന്നതിനും ഇത് നിങ്ങളെ സഹായിക്കുന്നു.
ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നമ്മൾ മുൻപോട്ട് പോയി കഴിയുമ്പോഴേക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി എടുക്കാനും നമ്മളെ അത് നമ്മുടെ ശരീരം സഹായിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈല് ഒരുപാട് ബിസി ആയിട്ടുള്ള രീതിക്കാണ് എല്ലാവരും ജീവിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുക, ജോലിക്ക് പോവുക, തിരിച്ചു വരിക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, കിടന്നുറങ്ങുക, അങ്ങനെയുള്ള രീതി ഈ സെയിം ഇങ്ങനെ റൊട്ടീൻ ഇങ്ങനെ മാറി മാറി വരുമ്പോഴേക്കും ദിവസം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ബെനിഫിറ്റ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. എപ്പോഴും പറയുന്നതാണ് എല്ലാവരോടും, കൺസീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു 30 മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ കുറഞ്ഞതൊരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്ട്രെസ്സ് കുറയ്ക്കുക. നമ്മുടെ സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിലോട്ട് കൂടുമ്പോഴേക്കും ഒരുപാട് വീഡിയോസിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് ടെൻഷൻ ആയിട്ടിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ നമ്മളൊന്ന് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇംപ്ലാന്റേഷൻ ടൈമിൽ നിങ്ങൾ സ്ട്രെസ്ഫുൾ ആണെങ്കിൽ, നിങ്ങൾ ഡിപ്രസ്ഡ് ആണെങ്കിൽ ആ ടെൻഷനിലോട്ട് കാലെടുത്ത് വെക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒബ്വിയസ്ലി ഒരു വ്യക്തി ടെൻഷൻ അടിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരം പെട്ടെന്ന് ചൂടാവുന്നത് പോലെ തോന്നും, നമ്മൾക്ക് ഷിവറിങ് വരുന്നതായിട്ട് തോന്നും, അല്ലെങ്കിൽ നമ്മളൊന്ന് ടയേർഡായി പോകുന്നതായിട്ട്, ഒരു തളർച്ച അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നും ഇല്ലേ? ആ ഒരു തളർച്ച നമുക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ സ്ട്രെസ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു ടെൻഷൻ അനുഭവിക്കുന്നത് ഓവുലേഷൻ്റെയോ ഇംപ്ലാന്റേഷൻ്റെയോ സമയത്താണെങ്കിൽ നമ്മുടെ അത്രയും നേരം വരെ, അത്രയും ടൈം വരെ നമ്മുടെ ശരീരത്തിന് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നമ്മുടെ ശരീരം നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്ത് രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടിട്ട് നമ്മുടെ ശരീരത്തിനെ നോർമലൈസ് ചെയ്യാൻ പാകത്തിനുള്ള രീതിക്ക് നമ്മുടെ ശരീരത്തിലെ ഓരോ ബോഡി പാർട്സും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സെക്കൻഡറി ആയി പോകും. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സെക്കൻഡറി ആയി പോകുമ്പോഴേക്കും കൂടുതൽ കാലമായിട്ട് ഗർഭിണിയാകാനായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് എപ്പോഴും അവരുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഫസ്റ്റിൽ നിൽക്കണം. അത് സെക്കൻഡിലോട്ട് തള്ളപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആവുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഓവുലേഷൻ ഫെയിൽ ആകാനും അത് കാരണമാകും. അപ്പോൾ നിങ്ങൾ സ്ട്രെസ്സ് കുറയ്ക്കുക. സ്ട്രെസ്സ് എങ്ങനെ കുറയ്ക്കാം എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക, ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ സ്ട്രെസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുക. ഓവുലേഷൻ സമയത്തും ഇംപ്ലാന്റേഷൻ സമയത്തും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്ന രീതിക്ക് നിങ്ങൾ ഇംപ്ലാന്റേഷനെയും ഓവുലേഷനെയും സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, കൂളായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, കൂടുതലും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് നിങ്ങൾക്ക് മൂന്നാമത് ചെയ്യാൻ കഴിയുന്ന കാര്യം. നാലാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോഫി പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നവർ അത് കുറയ്ക്കുക. കോഫി പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നവർ കുറയ്ക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കോഫി കുടിക്കുന്നവർ, അതുപോലെ ചോക്ലേറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുന്നവർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് കുടിക്കുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെയാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങൾ കുറയ്ക്കുക. മാക്സിമം നിങ്ങൾ കുറച്ചുകൊണ്ട് വരിക. അത് നിങ്ങളെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിക്കും. അഞ്ചാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ ഇരുന്ന് കൂടുതൽ സമയം ജോലി ചെയ്യുന്നത് നിങ്ങളുടെ ബ്ലഡ് ഫ്ലോയിനെ ബാധിക്കും. അപ്പോൾ കൂടുതൽ നേരം നിങ്ങൾ ഇരിക്കാതിരിക്കുക. എപ്പോഴും ഓഫീസ് ജോബ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാകും, ഒരു കീബോർഡ് ഉണ്ടാകും, ഒരു സീറ്റ് ഉണ്ടാകും, അതിൽ നമ്മൾ ഇരുന്ന് ഇതെല്ലാം ചെയ്യുന്നുണ്ടാകും. മാക്സിമം നിങ്ങൾ അധികം നേരം ഇരിക്കാതിരിക്കുക. കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുക. അത് ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ആകുന്നതിന്, യൂട്രസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ആകുന്നതിന് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ കൂടുതൽ നേരം ഇരുന്നുള്ള ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്ലഡ് ഫ്ലോയിനെ ബാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസ് ഹെൽത്തി ആകാനായിട്ട് അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അപ്പോൾ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ കുറച്ച് നേരം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം മാത്രം ജോലി തുടരുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 5 പോയിൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്രസിനെ ഹെൽത്തി ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മൾ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യുക എന്നൊരു കാര്യം മാത്രമല്ല നമ്മുടെ പരിധിക്കുള്ളിൽ വരുന്നത്. നേരെ മറിച്ച് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, പാല് കുടിക്കുക, അതുപോലെ മീറ്റ് കൂടുതലായിട്ട് കഴിക്കുക, അതായത് ചിക്കൻ കൂടുതലായിട്ട് കഴിക്കുക. ചിക്കനിലൊക്കെ പ്രോട്ടീൻ ഉണ്ട്. മുട്ട കൂടുതലായിട്ട് കഴിക്കുക, മുട്ടയിൽ പ്രോട്ടീൻ ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക, നട്ട്സ് കഴിക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബദാം കഴിക്കുക, കാഷ്യൂ കഴിക്കുക, പിസ്ത കഴിക്കുക.
ഇത് കൂടുതലായിട്ട് അങ്ങനെ കഴിക്കാനൊന്നും വേണ്ട കേട്ടോ. ഒരു ദിവസം 3-4 എണ്ണം വീതം മാറ്റി വയ്ക്കുക. 4 കാഷ്യൂ, 4 പിസ്ത, 4 ആൽമണ്ട് ഇങ്ങനെ നമ്മൾ കഴിക്കുക. ഇതെല്ലാം കഴിക്കുന്നത് നല്ലതായിരിക്കും. ഒരു ദിവസം 1 ഗ്ലാസ് പാല് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1 മുട്ട കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ കഴിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഹസ്ബൻഡിനും ഇത് കൊടുക്കുക. ബദാമും കാഷ്യൂ എല്ലാം അദ്ദേഹത്തിനും കൂടി കൊടുക്കുന്നത് നിങ്ങൾ കഴിക്കുക. കാരണം അദ്ദേഹം അതെല്ലാം കഴിക്കുന്നത് സ്പേം കൂടുതൽ ഹെൽത്തി ആകാനായിട്ട് നിങ്ങളെ സഹായിക്കും. സ്പേം കൂടുതൽ ഹെൽത്തി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്പേമിന് കൂടുതൽ ക്വാളിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് അതും നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.